ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം പ്രസിഡൻസിയും അമേരിക്കൻ തെരുവുകളെ പോരാട്ട ഭൂമിയാക്കി മാറ്റുമെന്നതിന്റെ എല്ലാ സൂചനകളും തരുന്നു ലോസ് ആഞ്ചലസിൽ തുടങ്ങിയ നാടുകടത്തൽ വിരുദ്ധ പ്രതിഷേധം. ജനുവരിയിൽ പ്രസിഡന്റായി അധികാരമേറ്റയുടൻ ട്രംപ് ആദ്യം ഒപ്പുവെച്ച ഉത്തരവുകളിലൊന്നായിരുന്നു നാഷണൽ എമർജൻസി അറ്റ് ദി US മെക്സിക്കോ ബോർഡർ. ഈ നിയമത്തിന്റെ ബലത്തിൽ നടക്കുന്ന കൂട്ട നാടുകടത്തൽ ശ്രമമാണ് ലോസ് ആഞ്ചലസിൽ ആളിപ്പിടിച്ച പ്രതിഷേധാഗ്നിക്ക് തീപ്പൊരിയായത്. കുടിയേറ്റക്കാരും ട്രംപ് സർക്കാരും തമ്മിലുള്ള പോരാട്ടം എന്നതിനപ്പുറം ലിബറൽ മേൽക്കോയ്മയുള്ള ഒരു സംസ്ഥാനവും ഫെഡറൽ ഗവൺമെന്റും തമ്മിലുള്ള പോരാട്ടം കൂടിയാണ് നാടുകടത്തലിനെതിരായ പ്രതിഷേധം. പക്ഷേ എതിർപ്പുകൾ അവഗണിച്ച് നാഷണൽ ഗാർഡുകൾക്ക് പുറമെ മറൈൻസിനെ കൂടി ലോസ് ആഞ്ചലസിൽ നിയോഗിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജൂൺ 6 ആരംഭിച്ച പ്രതിഷേധം 4ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയിൽ അതൊരു വലിയ രാഷ്ട്രീയ യുദ്ധത്തിന് കൂടിയാണ് തുടക്കമിട്ടത്. ഐസ് എന്ന ചുരുക്കപ്പേരിൽ വിളിക്കപ്പെടുന്ന ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നടപടിക്കെതിരായ പ്രതിഷേധത്തിൽ ഉയരുന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രതീകമാണ് മെക്സിക്കൻ പതാക. എന്തുകൊണ്ട് മെക്സിക്കൻ പതാക? വിമർശകർ ഉന്നയിക്കുന്നത് പോലെ അത് US വിരുദ്ധതയുടെ അടയാളമാണോ? അത് വീശുന്നത് കുടിയേറ്റക്കാരുടെ മെക്സിക്കൻ കൂറിൻ്റെയും പരസ്യമായ അമേരിക്കൻ വെറുപ്പിൻ്റെയും പ്രകടനമാണോ? അല്ല എന്നാണ് ഉത്തരം. മെക്സിക്കോയ്ക്ക് പുറത്ത് ഏറ്റവും അധികം മെക്സിക്കൻ വംശജരുള്ള സ്ഥലമാണ് ലോസ് ആഞ്ചലസ്. മെക്സിക്കൻ അമേരിക്കക്കാർക്ക് അവരുടെ വേരുകളിലേക്ക് കാണ്ടുകിടക്കുന്ന വംശീയാഭിമാനത്തിൻ്റെ സാംസ്കാരിക ചിഹ്നമാണ് മെക്സിക്കൻ പതാക. പക്ഷേ അത് പ്രതിരോധത്തിൻ്റെ പ്രതീകം കൂടിയാണ്. കുടിയേറ്റ വിരുദ്ധതയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ ചിഹ്നമായി മെക്സിക്കൻ വേരുകളില്ലാത്തവരും ആ പതാകയേന്തി തെരുവിലിറങ്ങുന്നതിന് ആ കാരണം കൂടിയുണ്ട്. 1848 മെക്സിക്കോയിലെ US അധിനിവേശത്തെയും മെക്സിക്കൻ പ്രതിരോധത്തെയും ആ പതാക പ്രതിനിധീകരിക്കുന്നു. അധിനിവേശത്തിൽ US പിടിച്ചെടുത്ത മെക്സിക്കൻ പ്രദേശങ്ങളിൽ മെക്സിക്കൻ വംശജർക്ക് പൗരത്വം അനുവദിക്കാമെന്ന ഗൗദലൂപ്പെ ഹിദാൽഗോ കരാർ പ്രകാരമുള്ള വാഗ്ദാനത്തെയും അത് ഓർമ്മപ്പെടുത്തുന്നു. പ്രതിഷേധങ്ങളിൽ മെക്സിക്കൻ പതാക ഉയരുന്നത് ഇത് ആദ്യമായുമല്ല. 1994 അനധികൃത കുടിയേറ്റക്കാർക്ക് സർക്കാർ സേവനങ്ങൾ നിഷേധിക്കുന്ന കാലിഫോർണിയ പ്രൊപ്പോസിഷൻ 187 എന്ന നിയമത്തിനെതിരായ പ്രതിഷേധത്തിലും മെക്സിക്കൻ പതാക ലാറ്റിനോ സ്വാഭിമാനത്തിന്റെ പ്രതീകമായി ഉയർന്നിരുന്നു. മെക്സിക്കൻ പതാക വീശുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യ പ്രഖ്യാപന നടപടിയായും പണ്ഡിതരും ബുദ്ധിജീവികളും സാക്ഷ്യപ്പെടുത്തുന്നു. ചരിത്രപരവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ നിരവധി വശങ്ങൾ പരിഗണിച്ചാൽ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. കള്ളിമുൾ ചെടിയിലിരുന്ന് സർപ്പത്തെ വിഴുങ്ങുന്ന സ്വർണ്ണപ്പരുന്തിൻ്റെ അടയാളമുള്ള ചുവപ്പ്, വെള്ള, പച്ച എന്നീ നിറങ്ങളുള്ള ബന്ദേര നാസിയോണാൽ ദെ മെഹിക്കോ എന്ന ത്രിവർണ്ണ പതാക വെറും ഒരു രാജ്യത്തിൻ്റെ പതാക മാത്രമല്ല, അരികുവത്കരിക്കപ്പെട്ടവരുടെ ആത്മാഭിമാന പ്രഖ്യാപനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും അടയാളം കൂടിയാണ്.